ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് CS റാങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. BR റാങ്ക് എവിടെ എന്താ ഇടാത്തതെന്ന് ചോദിക്കുന്ന ഒരു കമൻറ്റൊക്കെ കണ്ടായിരുന്നു. BR റാങ്ക് ഉടനെ തന്നെ ഇടാം. നമ്മൾ കൂടുതലും ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് CS റാങ്കിലായിരുന്നു. BR ആകെ 2 വട്ടം എന്തോ ഞാൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം കളിച്ചുള്ളായിരുന്നു. കാരണം പൊതുവേ CS ഞാൻ ഹീറോയ്ക്ക് അടിക്കാറുണ്ട് ഒട്ടുമിക്ക സീസണിലും. അപ്പോൾ ഇപ്രാവശ്യം റാങ്ക് നല്ല കുറവായതുകൊണ്ട് ഞാൻ CS പുഷ് ചെയ്ത് ഹീറോയ്ക്ക് അടിക്കുമായിരുന്നു. ഇനി പതുക്കെ BRും എല്ലാം പുഷ് ചെയ്ത് ഹീറോയ്ക്ക് അടിക്കണം, സെറ്റാക്കാം നമുക്ക് ഏതായാലും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മാപ്പ് പുതിയതായിട്ട് ഇങ്ങനെ കണ്ടപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ എന്ന്. ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി, അയ്യോ ഇവിടുത്തെ വെള്ളമൊക്കെ എവിടെ പോയി. പിന്നെ ഞാൻ ഓർത്തു സമ്മർ സീസണൊക്കെ അല്ലേ അതുകൊണ്ട് മാറ്റിയതായിരിക്കും എന്ന്. ഏതായാലും നന്നായിട്ടുണ്ട്. കുറച്ച് ദിവസം ഒന്ന് ഫ്രീ ഫയറിൽ നിന്ന് മാറിയപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. അതല്ലേലും അങ്ങനെയാണ്, ഞാനുള്ള സമയത്ത് നല്ല അപ്ഡേറ്റ്സ് ഒന്നും വരത്തില്ല. ഒന്ന് ലീവ് എടുത്ത് മാറിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അപ്പോൾ ഏതായാലും നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ട് നമ്മൾ വേണ്ട ഡബിൾ കില്ലൊക്കെ എടുത്ത് അങ്ങനെ വിക്ടറി എടുപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഡബിൾ കില്ലെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല, നമ്മുടെ ഫസ്റ്റത്തെ കില്ല് ചെറുതായിട്ടൊരു കുമ്മലായിരുന്നു. തൊട്ടപ്പോൾ തന്നെ എനിമി വീണു. ഏതായാലും അങ്ങനെ സെക്കൻഡ് റൗണ്ടിലോട്ട് കടന്നിട്ടുണ്ട്. എനിക്കപ്പോൾ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റയിൽ ഫ്രണ്ട് ആക്കാമോ എന്ന് ചോദിച്ചിട്ട്. ഓൾമോസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചവരെയൊക്കെ ഞാൻ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട്. ഇനി 2-3 പേര് UID അയച്ചവരെ ഫ്രണ്ട് ആക്കാനുണ്ട്. അതെന്തായാലും ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. കുറേ പേര് UID അയച്ചു തന്ന് ഫ്രണ്ട് ആക്കിയതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ UID അയച്ചിട്ടും കാര്യമില്ല. നമ്മൾ നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേനും ഇപ്പോൾ ആക്റ്റീവ് അല്ലാത്ത പ്ലെയേഴ്സിനെയൊക്കെ കിക്ക് ചെയ്തിട്ട് നിങ്ങളെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടായപ്പോഴത്തേനും നമ്മൾ മേളിൽ കയറി വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിമി വരും എന്ന് എനിക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തൊരുത്തൻ കയറി വന്നു. പിന്നെ അവന് കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്തെങ്കിലും നോക്കായില്ല. അവനെ നോക്ക് ചെയ്യാൻ ശ്രമിച്ച ഞാൻ കണ്ടത് നമ്മുടെ ടീമേറ്റ് ഒരാൾ പോയി നോക്കായി ഫിനിഷ് ആയതാണ്. ഇനി ഞങ്ങൾ 3 പേരും കൂടെ ഉള്ളൂ, അപ്പുറത്താണെങ്കിൽ 4 പേരുണ്ട്. പക്ഷേ അതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. ഞാനിവിടെ പ്രോ പ്ലെയർ ആയിട്ടുണ്ടല്ലോ. ഏത് ഊക്കുകൾ മീൻചാകര പോലെ വാരി കൂട്ടാനാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ഡയലോഗ് ഞാൻ അടിക്കുന്നത്. ഏതായാലും നമ്മൾ ഒരുത്തനെ നോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ അത് ഫിനിഷ് ചെയ്തു. ഇനിയും ബാക്കി 3 പേരും കൂടെ ഉണ്ട്, നമ്മൾ 3 പേരുണ്ട്. ഇപ്പോഴാണ് ഈക്വൽ ആയത്. അപ്പോൾ ഒരുത്തനാണെങ്കിൽ എബിലിറ്റിയൊക്കെ യൂസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ടീമേറ്റിനെ അറ്റാക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് അവനെ അങ്ങനെ നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരാളും കൂടെ ഉള്ളൂ. ഒരാളെ നമ്മുടെ ടീമേറ്റ് ഫിനിഷ് ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെ ലാസ്റ്റത്തെ ആളെയും ഫിനിഷ് ചെയ്ത് ട്രിപ്പിൾ കിൽ എടുത്ത് നമ്മൾ വിക്ടറി അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പേര് മെസ്സേജ് ചോദിക്കുന്ന കാര്യമാണ് 1v1 വരാമോ, അതുപോലെ റാങ്ക് പുഷ് ചെയ്യാൻ വരാമോ CSൻ്റെയും BRൻ്റെയും എന്നൊക്കെ. എല്ലാത്തിനും ഞാൻ വരാം ഗൈസ്. എനിക്കിപ്പോൾ എക്സാം ടൈമാണ്. സോ എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാനൊരു April 12th ഒക്കെ ആകുമ്പോഴത്തേനും കംപ്ലീറ്റ്ലി ഫ്രീ ആവും. സോ അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ കളിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞവരുടെയൊക്കെ കൂടെ നമ്മൾ റാങ്ക് പുഷിങ്ങിന് വരുന്നതായിരിക്കും. പിന്നെ 1v1 പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമില്ല. എന്നാലും ഇടയ്ക്ക് 1-2 1v1 ഒക്കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആഗ്രഹമല്ലേ കളിക്കാൻ അല്ലേ. എന്തുകൊണ്ടാണ് എനിക്ക് 1v1 ഇഷ്ടമില്ലാത്തതെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ തന്നെ ഏതൊക്കെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ എങ്ങനെയാണ് കളിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. മര്യാദയ്ക്ക് കളിക്കാൻ അറിയില്ല എന്നുള്ളത് ആദ്യത്തെ കാര്യം. പിന്നെ 1v1 അങ്ങനെ കളിച്ച് വലിയ ശീലം ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ റൂൾസും കാര്യങ്ങളും ഒന്നും അറിയില്ല. ചില ആൾക്കാരാണെങ്കിൽ ഒരു റൂൾസും പറയാതെ 1v1 വിളിക്കുക. അവസാനം നമ്മൾ ചെന്ന് കഴിയുമ്പോഴാണ് 1v1 എങ്ങനെയാണ്, കുത്തിപ്പിടിയില്ല, ഉള്ളി ഡെസേർട്ടുകൾ വെച്ചിട്ട് ഹെഡ് ഷോട്ട് മാത്രമാണെന്ന് അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ച് പിന്നെ അവസാനം അവരെന്നെ ചീത്ത പറയും. എനിക്ക് ചീത്ത വിളി കേൾക്കാൻ വയ്യാത്തതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞ 1v1 കളിക്കാത്തത്. ഇനിയിപ്പോൾ ആദ്യമേ തന്നെ ഡെസേർട്ടുകൾ ഉള്ളിയാണ്, ഹെഡ് ഷോട്ട് ഉള്ളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുമില്ല. മര്യാദയ്ക്ക് കളിക്കാൻ അറിയണ്ടേ. പിന്നെ ചില ആൾക്കാർ മാത്രം നമ്മളെ മനസ്സിലാക്കിയിട്ട് കുത്തിപ്പിടിച്ചോ എന്നുള്ള രീതിക്ക് എന്നെ വിളിക്കും. ഭയങ്കര ഫ്രണ്ട്ലി മാച്ച്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനായിട്ട്. പക്ഷേ ഈ ആൾക്കാരെ ഞാൻ എങ്ങനെ തിരിച്ചറിയും? അതുകൊണ്ടാണ് ഞാൻ 1v1 ഇല്ല എന്ന് പറയുന്നത്. റാങ്ക് പുഷിങ് ആകുമ്പോഴത്തേനും ആ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. നമുക്ക് എങ്ങനെയെങ്കിലും ബൂയി അടിച്ചാൽ മതി, റാങ്ക് പോകരുത് മറ്റുള്ളവരുടെ, അത്രേ ഉള്ളൂ. അവിടെ നമ്മൾ കുത്തിപ്പിടിച്ചാണോ കളിക്കുന്നത്, ഹെഡ് ഷോട്ട് അടിച്ചാണോ കളിക്കുന്നത്, അതൊന്നും ഒരു പ്രശ്നമേ ആയിട്ട് വരുന്നില്ല. പിന്നെ കുറേ ടീംമേറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ എങ്ങാനും ആദ്യമേ തന്നെ നമ്മൾ പോയി നോക്കായാലും അവർക്ക് പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസവും നമുക്കുണ്ടാവും. എൻ്റെ ഇഷ്ടത്തിന് കുത്തിപ്പിടിച്ച് 1v1 കളിച്ചോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ആൾക്കാരുടെ കൂടെ 1v1 കളിക്കാൻ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്. ആകെ അവർ പറയുന്നത് ഗ്രനേഡ് യൂസ് ചെയ്യരുത്, അങ്ങനത്തെ സംഭവമാണ്. അതവർ പറയാതെ തന്നെ എനിക്കറിയാം. 3 പേരെ ഫിനിഷ് ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെ 3 കില്ലൊക്കെ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടെ ഫിനിഷ് ചെയ്ത് എയ്സ് അടിക്കാൻ പറ്റുമെന്ന്. പക്ഷേ എൻ്റെ നെറ്റ് എന്നെ കറക്റ്റ് സമയത്ത് ചതിച്ചുകൊണ്ട് അവൻ എന്നെ ഫിനിഷ് ചെയ്ത് അങ്ങനെ എനിക്ക് ഡിഫീറ്റ് അടിക്കേണ്ടിയും അവർക്ക് വിക്ടറി അടിക്കേണ്ടിയും വന്നു. ഞാനാണെങ്കിൽ കറക്റ്റ് അവൻ്റെ തല നോക്കി സ്കോപ്പ് ചെയ്ത് അടിക്കുമായിരുന്നു. കുറേ വട്ടം ഹെഡ് കയറിയിട്ടും ആൾ ഫിനിഷ് ആവുന്നില്ല. അപ്പോഴാണ് ഞാൻ നെറ്റ് നോക്കിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി നെറ്റ് ഷോക്കാണെന്ന്. അങ്ങനെ അവരൊരു പോയിന്റ് നേടി. കഴിഞ്ഞ റൗണ്ട് ഡിഫീറ്റ് അടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെല്ലാം പോയി. പിന്നെ ആദ്യം തൊട്ട് പർച്ചേസ് ചെയ്ത് ഓരോ ഗണ്ണും എടുത്തു. ഇപ്രാവശ്യം ഏതായാലും ഒരു ഗൺ വെച്ചുകൊണ്ട് ഓടാനായിട്ട് നിന്നില്ല. കാരണം മേളിൽ കയറാനാണ് പ്ലാൻ. അപ്പോൾ UMP എടുത്തുകൊണ്ട് മേളിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് ഞാനൊരു പാരഫാളും കൂടെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രം എടുക്കാമെന്ന് വെച്ചാൽ ഷോർട്ട് റേഞ്ചിൽ കളിക്കാൻ വേണ്ടിയിട്ട് UMP വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ 2 എടുക്കാം.
എടുക്കാമെന്ന്. അങ്ങനെ 2 ഗണ്ണും എടുത്ത് മേളിലോട്ട് പോകുന്നുണ്ട്. ഒരുത്തനാണെങ്കിൽ കറങ്ങി വരുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. കുറച്ച് ഡാമേജൊക്കെ കൊടുത്തിട്ട് ഞാനിങ്ങനെ അവനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് അടി വരുന്നുണ്ടോ എങ്ങനെയാണ് അവസ്ഥയെന്നൊക്കെ അറിയാൻ വേണ്ടി അങ്ങോട്ടേക്കും ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും അപ്പുറത്തെ സൈഡിലുള്ളത്, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അവൻ ഇങ്ങനെ സൈഡ് വഴി വന്ന് കവർ എടുത്ത് അവസാനം എന്നെ ഫിനിഷ് ചെയ്യുമോ എന്നുള്ള പേടി കാരണം ഞാൻ ആദ്യമേ തന്നെ ഗ്ലൂ ആളിട്ട് നിന്നു. പിന്നെ മേളിൽ നിന്ന് താഴത്തടിച്ചപ്പോഴത്തേനും അവനെ പെട്ടെന്ന് നോക്ക് ചെയ്യാനും എനിക്ക് പറ്റി. പിന്നെ വേഗം തന്നെ അതും ഫിനിഷ് ചെയ്തു, താഴെ ചാടി. പിന്നെ തിരിച്ചതേ മേളിലോട്ട് തന്നെ കയറുവാണ്. അപ്പോഴത്തേനും അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ടീംമേറ്റ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി സേഫാണ് നമ്മൾ. ഒരാളും കൂടെ ഉള്ളൂ, ഒരാൾ നോക്കായി കിടക്കുവാണ്. ആ ഒരാളെ ഞാനിങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതും ചെറിയൊരു കുമ്മലാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അങ്ങനെ വിക്ടറി അടിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ക്ലൂലെസ്സിൻ്റെ പേര് തന്നെയാണ് എഴുതി വന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ വേണ്ട അടുത്ത റൗണ്ടിലോട്ട് കടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റൗണ്ട് പോകേണ്ടതല്ല. പിന്നെ എൻ്റെ നെറ്റ് ചതിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിതേ അടുത്ത റൗണ്ടിലോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ ബൂയി അടിച്ചേനെ. അപ്പോൾ എന്തായാലും 3-1 പറഞ്ഞാണ് ഇപ്പോൾ പോയിന്റ് നിൽക്കുന്നത്. ഈ ഒരു റൗണ്ടും കൂടെ നമ്മൾ വിക്ടറി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൂയി അടിക്കാനായിട്ട് പറ്റും. അങ്ങനെ അവരെ 4-1 കളി തീർക്കാൻ പറ്റും. ഗണ്ണും കാര്യങ്ങളും ഒന്നും മാറ്റാനായിട്ട് നിന്നില്ല. കഴിഞ്ഞ റൗണ്ടിലുണ്ടായിരുന്ന സെയിം ഗണ്ണാണ്. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ മഷ്റൂമും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മൾ പോവുകയാണ്. വീടിൻ്റെ അകത്തൂടൊക്കെ കയറി, ഞാൻ സാധാരണ ഈ ഒരു സ്ഥലം വരുമ്പോൾ ഈ വീടിൻ്റെ അകത്ത് കയറി ഇവിടെ വന്ന് നിൽക്കാറാണ് പതിവ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ എനിമീസിനൊക്കെ നോക്കുമ്പോൾ കാണുന്നില്ല. സാധാരണ ഞാനിവിടെ എത്തുമ്പോഴത്തേനും അപ്പുറത്തെ വീട് വഴി ഇറങ്ങിയിട്ട് എനിമീസും വരേണ്ടതാണ്. പക്ഷേ ഇപ്രാവശ്യം നോക്കിയിട്ട് കാണുന്നില്ല. അങ്ങനെ ദേണ്ട എവിടുന്ന് അടി വരുന്നതെന്ന് നോക്കിയപ്പോഴാണ് എന്തൊക്കെയോ ബോംബൊക്കെ വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് ഡാമേജ് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് നോക്കിയപ്പോൾ ദേ ഒരു എനിമി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ച് ദേ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആ സമയത്ത് ദേ 2 പേരായിട്ട് ഒരുമിച്ച് കയറി വന്നു. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് എനിക്ക് തന്നെ തോന്നിയുകൊണ്ട് ഞാൻ നൈസായിട്ട് വലിയാൻ നോക്കി. പക്ഷേ പുറകെ വന്ന് അവർ ദേ എന്നെ നോക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല ഗൈസ്. അവരെന്നെ നോക്ക് ചെയ്തു. അങ്ങനെ പിന്നെ അവരെന്നെ വെച്ചോണ്ടിരുന്നില്ല. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അവരും എന്നെ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് ദേ ഒരാളെ നോക്ക് എടുത്ത് അങ്ങനെ ഫിനിഷ് ചെയ്തു. അടുത്ത ആളും ദേ നോക്കായി കിടക്കുവാണ്. അതും കൂടെ ദേ ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. ഇനി 2 പേര് അപ്പുറത്തും 3 പേര് ഇപ്പുറം ഉണ്ട്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ മീൻസ് നമ്മളെ ടീമേറ്റ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നോക്കാം അവർ വിക്ടറി അടിപ്പിക്കുമോ അങ്ങനെ ബൂയി അടിപ്പിക്കുമോ എന്നൊക്കെ. അപ്പം ഞാൻ ടോട്ടൽ എത്ര കില്ല് എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ആരൊക്കെ ശരിയായിട്ട് കമൻറ്റ് ചെയ്യുമല്ലോ എന്ന് നോക്കാമല്ലോ. അങ്ങനെ എന്തായാലും ദേ അവസാനം ബൂയി അടിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.